നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പക്ഷിപ്പനിക്ക് കാരണമായ ഇൻഫ്ലുവൻസ വൈറസ് മനുഷ്യരിലെത്തിയാൽ മാരകമാകുമെന്ന് റിപ്പോർട്ട്. ലോകത്ത് രോഗം സ്ഥിരീകരിച്ച 889 പേരിൽ 463 പേരുടെയും മരണത്തിനിടയാക്കിയത് ഈ വൈറസ് ആണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഈ മാസത്തെ റിപ്പോർട്ടിൽ പറയുന്നു. 52% മരണനിരക്ക്. പക്ഷിപ്പനി വൈറസിന് ജനിതക വ്യതിയാനം സംഭവിച്ച് 8 വകഭേദം വരെ ഉണ്ടാകാം. H5N1 പുറമെ H5N6, H5H3, N8, H7N4, H7N9, H9N2, H10N3, H10N5 എന്നിവയാണ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വകഭേദങ്ങൾ. ചൈന, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് തുടങ്ങി 23 രാജ്യങ്ങളിൽ ഈ വൈറസ് മനുഷ്യരുടെ മരണത്തിന് കാരണമായി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി പക്ഷികളിൽ പടരുന്ന വൈറസ് H5N1 വിഭാഗത്തിലുള്ളതാണ്. കോഴിക്കും താറാവിനും പുറമെ മറ്റു പക്ഷികളിലേക്കും രോഗം വ്യാപിച്ചതോടെയാണ് ജനിതക വ്യതിയാനമാകാമെന്ന നിഗമനത്തിലെത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനം വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അടുത്തിടെ പശ്ചിമ ബംഗാളിൽ 4 വയസ്സുകാരിക്ക് സ്ഥിരീകരിച്ചത് H9N2 വൈറസ് ആണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയും. അതുകൊണ്ട് തന്നെ ഈ വകഭേദവും എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കാനായി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം വ്യാഴാഴ്ച ജില്ലയിലെത്തും. കർഷകർ, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ചർച്ച നടത്തും. ഇവരുടെ പരിശോധനാ റിപ്പോർട്ടിന് ശേഷമേ പക്ഷിപ്പനി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കൂടുതൽ പദ്ധതികൾ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കൂ. വിദഗ്ധ സംഘം ബുധനാഴ്ച കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സന്ദർശിച്ചു. പക്ഷിപ്പനി വൈറസ് മാരക പ്രഹരശേഷിയുള്ളതായിട്ടും ജില്ലയിൽ വേണ്ടത്ര ജാഗ്രത ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകൾ സ്വീകരിച്ചിട്ടില്ല. രോഗം സ്ഥിരീകരിച്ച പക്ഷികളെ ആദ്യം കൊന്ന് കത്തിക്കുന്നതിന് പകരം രോഗമില്ലാത്തവയാണ് കൊന്നത്. രോഗം സ്ഥിരീകരിച്ച് 4 ദിവസത്തിന് ശേഷം മാത്രം കള്ളിംഗ് നടത്തിയതും പ്രതിരോധത്തിലെ വീഴ്ചയാണെന്ന വിമർശനവുമുണ്ട്. ചത്ത കോഴികൾ ചീഞ്ഞു നാറാൻ തുടങ്ങിയതോടെ പലയിടത്തും വേണ്ടത്ര സുരക്ഷാ മാർഗമില്ലാതെ കർഷകർക്ക് കുഴിച്ചുമൂടേണ്ടി വന്നു. രോഗം വ്യാപിപ്പിക്കാൻ അത് കാരണമാകുമോ എന്ന ആശങ്കയാണിപ്പോൾ. 3 ഇടത്തുകൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ചേന്നം, പള്ളിപ്പുറം, കടക്കരപ്പള്ളി, കഞ്ഞിക്കുഴി എന്നീ പഞ്ചായത്തുകളിലെ ഓരോ പ്രദേശത്തുകൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ പക്ഷിപ്പനി പിടിപെട്ട പ്രദേശങ്ങളുടെ എണ്ണം 27 ആയി. ഏറ്റവും കൂടുതൽ പക്ഷികൾ ചത്ത പള്ളിപ്പുറത്ത് കള്ളിംഗ് ജോലികൾക്ക് കനത്ത മഴയും സംസ്കരിക്കാൻ ആളെ കിട്ടാത്തതും പ്രതിസന്ധിയായി.